Hello guys, welcome back to my YouTube channel, Bacalva. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. Bacalvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. Bacalvo vibes, come join the clan. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പമുള്ളതും എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു ബേക്ക്ഡ് ഫിഷ് അങ്ങോട്ട് നോക്കാം. പെട നമ്മുടെ ഫ്രണ്ട്സ് ഓൺ ദ വേ ആണ്. അവർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. ബക്കാൽവാ. അപ്പോട്ടെ എത്തി ഇന്നോ ഓക്കെ അല്ലേ? ഒരു മിനിറ്റ് ആ സ്റ്റാർട്ട് ചെയ്തോ. ആ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടോ ഫിഷ്? അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഗുയ്സ്? ബക്കാൽവാ. വേറെ എന്താ ആക്ഷൻ ഇത്ര വെയിറ്റുള്ള കാര്യത്തിന്? കിട്ടിയാ എടാ പട്ടി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫിഷ്. അപ്പോൾ ഇത് കട്ട്ലയാണ്. ഞാൻ നമ്മുടെ ലണ്ടൻ മാർക്കറ്റിൽ നിന്ന് ഇന്ന് കാലത്ത് പോയി വാങ്ങിച്ചതാണ്. ഫ്രഷ് സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളെ ബക്കാൽവോ വീഡിയോ ഇന്നത്തെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്യും, നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ നമ്മുടെ പൊടിക്കൈകളൊക്കെ വെച്ച് ഒരു മെക്സിക്കൻ ഫിഷാക്കി ഇതിനെ മാറ്റും. അതിനുശേഷം ഓവൻ ചെയ്യും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അടാ ഈ ചതമ്പലില്ല, ചതമ്പലില്ലാത്തടത്ത് ഇങ്ങനെ ആക്കിയിട്ടേ ഇപ്പൊ പോട്ടത്. രണ്ട് ഫില്ലറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സെറ്റല്ലേ? നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ കളി. ചെയ്തെടുക്കണം. എന്താ ഇങ്ങനെ കൊള്ളാൻ വേണ്ട തൊണ്ട കണ്ടാവൻ്റെ. ഞാൻ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എനിക്ക് നന്നായിട്ട് മസാലയ്ക്ക് ഉള്ളിൽ പിടിച്ചിട്ട് ഫിഷ് കഴിക്കാനാണ് താല്പര്യം. അത് കാരണമാണ്. നമ്മൾ മലയാളികളാണല്ലോ ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിഷ് ഞാനിവിടെ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. വി നീഡ് ടു വാഷ്. അപ്പോൾ ഗൈസ്, ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഫിഷിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് നമ്മളിടുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ലെമൺ, അതേപോലെ കുറച്ച് പൊട്ടറ്റോ, കുറച്ച് ടൊമാറ്റോ ആൻഡ് പിന്നെ നമ്മുടെ അല്ലറ വില്ലറ സോസുകൾ, അല്ലറ ചില്ലറ മസാലകൾ, ചില്ലി ഫ്ലേക്സ്, പാഴ്സലി, ഗാർലിക് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇങ്ങനെ കിടന്നോളൂ. പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത്രയും ടെമ്പറേച്ചറിൽ ഇരുന്ന് ചൂടാവുന്ന സാധനമല്ല, ഇത് ബാക്ടീരിയ ഒക്കെ ചത്തുപോകും. അതൊന്നും പിന്നെ ടെൻഷൻ വേണ്ട. പിന്നെ കുറച്ച് പൊട്ടറ്റോസ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, നമുക്കിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീറ്റ് എന്ന് പറയുന്നത് ഫിഷ് ഐറ്റംസാണ്.
ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫിഷാണ്. ബട്ടർ മിൽക്കാന്ന് ഞാൻ പറയുന്നത് പോകുന്നുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നീ പറഞ്ഞ എനിക്ക് ബീഫാണ്. അങ്ങനെ ഞാൻ പറയോ? പിന്നെ ഇങ്ങനെ പറയുന്നത് പക്ഷെ അത് ഞാൻ ഇപ്പൊ തിരുത്തി പറയാണ് ഗുയിസ്. എനിക്കിഷ്ടം ഫിഷാണ്. മാറ്റോ ഇതിലൊന്ന്. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫിഷിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് ഗൈസ്. വാലിന് കുറച്ച് വലുപ്പം കൂടുതലാണ്. ഫിഷ് സെറ്റാക്കിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിൻ്റെ മുകളിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനത് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ ഫ്ലേവർ ഉണ്ട്, ഉമ്മാമി എന്ന് പറയും. ആ സാധനം ഇതിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ വെജിറ്റബിൾസിലേക്ക് അലിഞ്ഞ് ചേരും. അപ്പോൾ നമുക്ക് അത് കൂട്ടി അങ്ങോട്ട് തിന്നുമ്പോൾ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്ക ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒനിയൻ വിത്ത് ഗാർലിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ്. നമ്മളെല്ലാവരും സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അല്ലേ? അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് സ്പൈസി ആക്കുന്നുണ്ട്. പിന്നെ ഇത് പാഴ്സലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പം എന്തിനാ പറയുക, നമ്മൾ നോർമലി നമ്മുടെ കറികളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, കറിവേപ്പില, അതുപോലത്തെ ഒരു ലീവ്സാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷിനെ ഇത് ഒന്ന് കളർഫുള്ളാക്കും ചെയ്യും. ഇത് കുറച്ച് സീസണിങ് ആണ്. ഇത് നമുക്കിപ്പോൾ എല്ലാ കടയിലും വാങ്ങി കിട്ടും. ഈ ഇപ്പോൾ ചൈനീസ് സീസണിങ്, അതേപോലെ ഫിഷ് സീസണിങ്, ചിക്കൻ സീസണിങ് എന്നൊക്കെ. അപ്പോൾ ഇതാണ് ശരിക്കും മെക്സിക്കൻകാർ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ മെക്സിക്കൻ ബേക്ക്ഡ് ഫിഷ്. ഇതങ്ങനെ കഴിക്കാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഞാനതൊരു മലയാളി വൽക്കരിക്കുകയാണ്. പറയാനും കിട്ടില്ലേ പണ്ടാരുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടിയാണ്. സാൾട്ടില്ലാണ്ട് നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ സാൾട്ട് നന്നായിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ പിടിക്കില്ല. ഇത് വലിയ ഫിഷാണല്ലോ. ബട്ടർ വിത്തൗട്ട് സോൾട്ടാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അവിടെ ഇവിടെ മതി. കുറച്ച് ഗരം മസാല ഇല്ലാണ്ട് നമുക്ക് വല്ലതും ഇറങ്ങുമോ? കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ഞാനിതൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഒലീവ് ഓയിൽ നമ്മൾ ഇങ്ങനെ 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 ഒഴിക്കണം. വെരി ഗുഡ്. ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ലെമൺ ചെത്തിടാം. വാവ്, ബ്യൂട്ടിഫുൾ. അതിനുശേഷം കുറച്ച് ബട്ടറിൻ്റെ മുകളിലിട്ട് മെൽറ്റ് ആയിട്ടുണ്ടല്ലോ, ഒരു പൂശ സ്മൂത്ത് ചെയ്യണ പോലെ. അപ്പോൾ ബട്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ ഇത് മുടിയല്ലോ കുക്ക് ചെയ്യാൻ പോവാണ്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഡു ദിസ്. തുറക്കണ
കുറച്ച് വൈൻ കുടിയല്ലേ കൂലിബൂഴ എന്തായാലും ഹൈറ്റ് അങ്ങ് കൂടി പോയി. കുറച്ചുകൂടി കഴിക്കണോ? എന്തായാലും ഫിഷ് ആയിക്കൊണ്ടിരിക്കുക. ഇത് അഞ്ജലിയുടെ ക്ലാസ്സാ. ഞാൻ ഇവിടെ എല്ലാം കുടിച്ചിട്ടുണ്ട്, രണ്ടിലും കിട്ടിയെല്ലാം ഗ്ലാസ് ഇന്നസെന്റ് കാണിക്കണ പോലെ അല്ലേ? ആ അത് പറഞ്ഞപ്പോളാ ഗുയ്സ്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയ്ക്ക് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ എന്തിനു ചെയ്യണേ, നിങ്ങളൊക്കെ ലണ്ടനിൽ എന്തുണ്ടാക്കുന്നു എന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചു. അപ്പോൾ അഞ്ജലി നീ എന്തിനു ചെയ്യണേ ഇവിടെ? ഞാൻ ക്വാളിറ്റി അഷ്വറൻസ് മാനേജറാണ് ഒരു ചീസ് കമ്പനിയിൽ. അതെ. അപ്പോൾ അഞ്ജലിനെ സമീപിച്ചാൽ മതി അങ്ങനത്തെ എന്തെങ്കിലും ജോലികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നീ അക്ഷയ് എന്തിനു ചെയ്യണേ? അയ്യോ പ്രഷറായല്ലോ. ഇത് സ്റ്റേജ് ചെയ്യണ അക്ഷയ് പറഞ്ഞോടുക്ക, എല്ലാവരും അറിയട്ടേ. ഞങ്ങൾ തട്ടിമുട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വെറുതെ പറയണതാ, ചെക്കൻ മാനേജറാണ്. ഞങ്ങളൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തതാ, ടാക്കോസിലായിരുന്നു ബേസിക്കലി. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ഞങ്ങൾ ഒരു 8, 9, 10 മലയാളികൾ ചെയ്തു. പിന്നെ മലയാളി റെസ്റ്റോറൻ്റായി ഞങ്ങളുടെ പിന്നെ അത് പൂട്ടി. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ മലയാളം സോങ് ഒക്കെ വെച്ചിട്ട് അല്ലേ, അടിപൊളിയായിരുന്നു. സെറ്റ് ലൈഫാന്നോടെ പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാവരും പല പല രീതിയിലേക്ക് മാറി. പക്ഷെ ഞങ്ങളിപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും എന്ത് പരിപാടികൾക്കും ഞങ്ങളൊക്കെ കൂടും, അടിച്ചു പൊളിക്കും അല്ലേ? ആ ഞാൻ ഇപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ് ഫീൽഡായിരുന്നു ലാസ്റ്റ് ഒരു 3 ഇയർ. അതിനുശേഷം ഇപ്പോൾ ഞാൻ NHS കയറി. NHS വർക്ക് ചെയ്യണത്, അഡ്മിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സീനിയർ അഡ്മിൻ പൊസിഷനിലാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെ പോകണം, നല്ല രീതിയിൽ പോകണം അല്ലേ? അപ്പോൾ ഫിഷ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ട്? നമ്മുടെ സ്പൈസിനെസ് ഉണ്ട്, മെക്സിക്കോനെ പുളിപ്പുണ്ട്. പുളി കൂടുതലൊക്കെ ഉണ്ടോ? സെറ്റ്. ഒരു സൂപ്പിന് ഒരു ഫ്ലേവറും ഒരു ബ്രോത്ത് ടൈപ്പ് അല്ലേ? സെറ്റാണ്. ഇനി അഞ്ജലി ടേസ്റ്റ് ചെയ്യും. ഫിഷ് നല്ലോണം കുക്ക് ചെയ്യും. നല്ല കുക്ക് പൊട്ടിപ്പോരുണ്ടല്ലേ? മെക്സിക്കോ സ്റ്റൈലിൽ കഴിക്കില്ലേ? മെക്സിക്കോ സ്റ്റൈലിൽ കഴിക്കും. ഓ സാധനം സ്മൂത്ത് അല്ലേ? മെക്സിക്കോ സ്റ്റൈൽ കൂടിയാ. അപ്പം ഞാൻ ഒരു ടോട്ടിൽ എടുത്തിട്ട് ഇത് പടയ്ക്കാം. അപ്പോൾ സെറ്റാണിത്. ഇവിടെ നിന്നൊരു പീസ്. ഓ നോക്ക് വരണോ? വീഡിയോഗ്രാഫറിന് ഗ്യാപ്പ് കിട്ടിയില്ല കഴിക്കാൻ. അപ്പം ഞാൻ കുറച്ച് ടോട്ടിലയിൽ ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചാറ്. ഇത് ഫിഷിൻ്റെ ബ്രോത്താന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതേപോലെ ഒരു ക്യാപ്സിക്കം, അതേപോലെ ഒരു ടൊമാറ്റോ, പിന്നെ കുറച്ച് ഒനിയൻ്റെയും കൂടി വെച്ചിട്ട്. നമ്മൾ ബേസിക്കലി ടാക്കോക്കാരാണല്ലോ, ടാക്കോ മെയിൻസ് ആണല്ലോ നമ്മൾ. സൂപ്പർ, അമേസിങ്. ആ ബ്രോത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നല്ല ഉപ്പും കറക്റ്റ് കൺസിസ്റ്റൻസി. സൂപ്പർ.
മുള്ളു നോക്കണേ. മുള്ളു നോക്കട്ടാ, മുള്ളു നോക്കണേ. മുള്ളു സൂക്ഷിക്കണേന്ന് പറഞ്ഞ 1 2 3. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഫ്രം ബെക്കാൽവോ ടീം, ബെക്കാൽവോ. ബൈ. ഇന്നെ നല്ലോണം കിട്ടിയിട്ട് ആർക്കാ 3 ടാക്കപ്പത്തിനെ കയറി ഒരു വിഷന്റെ വാൽമക മുള്ളു നിർത്തി. വേണ്ടെന്ന് എനിക്ക് ക്യാമറമാൻ. അവരെയാണെങ്കിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക ഗുയ്സ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത് ഇവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവർ ബീഫും കൂട്ടി ചോറുണ്ടെന്ന് ഗുയ്സ്. ഞാൻ ഉണ്ടാക്കിയ ബീഫ് തന്നെയാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സങ്കടമില്ല, കൊതിയാണ്. ഓക്കെ.